ഹലോ ഫ്രണ്ട്സ്, ഇത് MSW കൗൺസിലിംഗ് ഫസ്റ്റ് ഇയറിൻ്റെ MSW L046 ജേണലാണ്. കൗൺസിലിംഗുകാരൻ്റെയാണ് ഫസ്റ്റ് ഇയറിൻ്റെ. ഇതിൻ്റെ തൊട്ട് മുൻപത്തെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് പേജ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. കാരണം നിങ്ങൾക്ക് പേജ് ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേജ് തികയത്തില്ല, എക്സ്ട്രാ പേജ് എടുക്കേണ്ടി വരും. കറക്റ്റായിട്ട് എങ്ങനെയാണ് പേജ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് മുൻപത്തെ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. ഫസ്റ്റ് ഇത് പ്രീ അസസ്മെൻറ്റ് സെൽഫ് ഫോം ഫില്ല് ചെയ്യണേ. ഇൻഡക്ഷൻ മീറ്റിംഗ് റിപ്പോർട്ട് നമ്മളൊരു 3 പേജ് എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കിതിന് പേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓറിയൻറ്റേഷൻ വിസിറ്റും 3 പേജ് വീതമാണ് ഉള്ളത്. 3 പേജിൽ കൊള്ളിച്ച് എഴുതുക. ഇത് രണ്ടാമത്തെയാണ്. മൂന്നാമത്തെ, തേർഡ് വൺ, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത് ഓറിയൻറ്റേഷൻ. 3 പേജസ് വെച്ച് ഓറിയൻറ്റേഷൻ വിടുക. കൺകറൻറ്റ് വിസിറ്റും 3 പേജസ് ആണുള്ളത്. 3 പേജസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് നമ്മൾ ഫസ്റ്റ് ഡേറ്റ്, ടൈം, ഡ്യൂറേഷൻ, പിന്നെ നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ, പിന്നെ നെയിം ഓഫ് ദി ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ, ഏജൻറ്റ് സൂപ്പർവൈസർ, പിന്നെ ആക്ടിവിറ്റി പെർഫോംഡ് ടുഡേ. അത് പാരഗ്രാഫ് തിരിച്ച് എഴുതാം. പിന്നെ ഒബ്സർവേഷൻ റിലേറ്റഡ് ടു ദി ഏജൻസി ഫങ്ഷനിങ്, അത് പോയിന്റ് വൈസ് എഴുതിയാൽ മതി. പിന്നെ അസൈൻഡ് ടാസ്ക് ഉണ്ട്. പിന്നെ ഒബ്സർവേഷൻ റിഗാർഡിങ് ക്ലയൻറ്റ് സിസ്റ്റം പോയിന്റ് വൈസ് എഴുതാം. പിന്നെ പേഴ്സണൽ ലേണിങ്സ് ഉണ്ട്. പിന്നെ സോഷ്യൽ വർക്ക് ടെക്നിക്സ് യൂസ്ഡ്. പിന്നെ ഒരു കൺക്ലൂഷൻ എഴുതി നമുക്ക് നിർത്താം. ഇതുപോലെ തന്നെയാണ് എല്ലാ റിപ്പോർട്ടും എഴുതേണ്ടത്. 3 പേജ് വീതം ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. ടെക്നിക്സ് യൂസ്ഡ് നമ്മൾ അന്നത്തെ സ്കിൽസ് എഴുതിയിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 3 പേജസ് വെച്ച് നമ്മൾ റിപ്പോർട്ട് എഴുതി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 45 ഡേയ്സ് റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 43, 44, 45ാമത്തെ റിപ്പോർട്ടിന് ശേഷം നമ്മൾ ഇൻഡിവിജ്വൽ കോൺഫറൻസ് 1 പേജ് വെച്ച് എഴുതാനുണ്ട്. അത് കാട്ടിത്തരാം. ഒരു പേജിൻ്റെ ഉള്ളിൽ തികച്ച് എഴുതുക. 1 പേജ് വീതം ഇൻഡിവിജ്വൽ കോൺഫറൻസ് 5 പേജ് ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗ്രൂപ്പ് കോൺഫറൻസ് 5 എഴുതി. ഗ്രൂപ്പ് കോൺഫറൻസും 5 ഓരോ പേജ് വീതം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം സെൽഫ് ഇവാലുവേഷൻ റിപ്പോർട്ടാണ് എഴുതേണ്ടത്. സെൽഫ് ഇവാലുവേഷൻ റിപ്പോർട്ട് നമുക്ക് ഇതുപോലെ നോളജ് ഗെയിൻഡ് എഴുതാം. പോയിന്റ് വൈസ് എഴുതണതായിരിക്കും കേട്ടോ നല്ലത്. നോളജ് എന്താണ് കിട്ടിയ, സ്കിൽസ് ഡെവലപ്ഡ് എന്തായിരുന്നു, പിന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ്, നമുക്ക് നമ്മുടെ എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയെന്ന് എഴുതാം. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ സെൽഫ് എഴുതാം. പിന്നെ സമ്മറി ഓഫ് ഫീൽഡ് വർക്ക് എഴുതാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ എവിടെയാണ് ഇതെന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷൻ വിസിറ്റിൻ്റെ 5 പേരാണ് എഴുതേണ്ടത്. ശേഷം കൺകറൻറ്റ് വിസിറ്റിൻ്റെ മെയിൻ ആക്ടിവിറ്റീസ് ഇൻ 1 ലൈനിൽ എഴുതാം. ഡേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മുടെ പ്ലേസ് ആണ് എഴുതേണ്ടത്. നമ്മൾ എവിടെയാണോ ഇൻഡിവിജ്വൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്ത ആ പ്ലേസ്, ഇതും നമ്മൾ എവിടെയാണോ ഇൻഡിവിജ്വൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്ത ആ പ്ലേസ് കൊടുക്കുക. എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗ് ഷീറ്റ് ഇതിലില്ല. ലോഗ് ഷീറ്റ് എക്സ്ട്രാ പ്രിൻ്റ് എടുത്ത് നമ്മൾ എഴുതിയും ഡേറ്റ് എഴുതിയും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സിഗ്നേച്ചറും ഏജൻസി സൂപ്പർവൈസറിൻ്റെ സിഗ്നേച്ചറും ഇടാനായിട്ട് മറക്കരുത്.